ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് പരസ്യകല അഥവാ പോസ്റ്റർ ഡിസൈനിങ് മേഖലയിലേക്കാണ്. പരസ്യകലയിൽ മലയാള സിനിമയിൽ വലിയ വ്യതിയാനങ്ങൾ സൃഷ്ടിച്ച അശോക് എന്ന പ്രതിഭാശാലിയാണ് ഇന്ന് നമ്മളോടൊപ്പം. മലയാള സിനിമയുടെ പോസ്റ്റർ ഡിസൈനിങ് രംഗത്ത് എസ് എ നായരും പി എൻ മേനോനും ഭരതനും കിത്തോയും കുര്യൻ വർണ്ണശാലയും രാധാകൃഷ്ണൻ ആർ കെ എന്ന രാധാകൃഷ്ണനുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലത്ത് മലയാള സിനിമയിലെ പിന്നീട് ഉള്ള 28 വർഷക്കാലത്തെ പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെ സ്വഭാവം കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരൻ ഗായത്രി അശോകൻ എന്നറിയപ്പെട്ട അദ്ദേഹം 28 വർഷങ്ങളായി സജീവ സാന്നിധ്യമായി മലയാള പരസ്യകലാ രംഗത്തുണ്ട്. 700-ലധികം ചിത്രങ്ങൾ മഹാരഥന്മാരായിട്ടുള്ള സംവിധായകരുടെ സിനിമകൾക്ക് തിയേറ്ററിലേക്ക് ആളെ ആകർഷിച്ച ആ പോസ്റ്റർ ഡിസൈനിങ് രംഗത്ത് പുതിയ കൗതുകങ്ങളുണ്ടാക്കിയ പോസ്റ്ററുകൾ, ഇതെല്ലാം നമുക്ക് തന്ന ശ്രീ ഗായത്രി അശോകൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. സ്വാഗതം. പോസ്റ്റർ ഡിസൈനിങ് ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെ നന്നായി ആകർഷിച്ചുകൊണ്ടിരുന്നൊരു കാലത്ത്, സ്ഥിരം ഒരു ശൈലി ഉണ്ടായിരുന്നൊരു കാലത്ത് കൂടവിടയുടെ സ്റ്റാമ്പുകൾ, കഥാപാത്രങ്ങളെ സ്റ്റാമ്പുകൾക്കുള്ളിലാക്കിയിട്ടുള്ള ഡിസൈൻ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ആ കാലത്ത് ഒരു പുതിയ ആളുടെ വരവ് ആളുകൾ ശ്രദ്ധിച്ചു. എങ്ങനെയായിരുന്നു ആദ്യത്തെ സിനിമയിലേക്കുള്ള വരവ്? അതിനു മുൻപ് ആരുടെയെങ്കിലും കൂടെ വർക്ക് ചെയ്തിരുന്നോ? വളരെ ചെറുപ്പം തുടങ്ങി വരയ്ക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ ചില സുഹൃത്തുക്കളൊക്കെ ഏറ്റുമാനൂർ ജോസഫ് മാത്യു തുടങ്ങിയ ചില എന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള സുഹൃത്താണ്, പക്ഷേ പത്രപ്രവർത്തകനായിരുന്നുകൊണ്ട് എന്നെ വരയ്ക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ജോസഫ് മാത്യുവിൻ്റെ ഒരു ബുക്കിന് കവർ ഡിസൈൻ ചെയ്ത് അത് കണ്ട് NBSൻ്റെ വിദ്യാർത്ഥി മിത്രം, CLS, CICC തുടങ്ങിയ കമ്പനികളുടെയൊക്കെ ബുക്കിൻ്റെ കവറുകൾ ഡിസൈൻ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. അങ്ങനെ ഇതിൻ്റെ കവർ ബ്ലോക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റുഡിയോയിൽ പരിചയം വന്നിട്ട് ആ ബ്ലോക്ക് സ്റ്റുഡിയോക്കാരെ എനിക്ക് പാർട്ണർഷിപ്പ് ഓഫർ ചെയ്ത് എന്നെ അവർ പാർട്ണറാക്കി എടുക്കുകയാണ്. അങ്ങനെ അവിടെ വന്നിരുന്ന സിനിമകളുടെയൊക്കെ ഡിസൈൻസ് കാണാനുള്ള അവസരം ഉണ്ടായി. ഇതെനിക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ എന്നൊരു തോന്നൽ വന്നു. രണ്ടാം വാരത്തിന് എസ് എ നായരുടെ ഡിസൈൻ വന്നില്ല, അല്ലെങ്കിൽ പി എൻ മേനോൻ്റെ ഡിസൈൻ എത്തിയിട്ടില്ല, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പരസ്യം കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റിൽസ് കുറച്ചുണ്ട് കയ്യിൽ. ഇത് വെച്ച് വേറെ ഡിസൈനുകൾ, അവരുടേതല്ലാത്ത കുറേ ഡിസൈനുകൾ ഈ സ്റ്റുഡിയോയുടെ പേരിൽ ചെയ്യേണ്ടി വരുന്നു. അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എൻ്റെ ചുമലിൽ വന്നപ്പോൾ അത് ചെയ്തു. അത് വിതരണ കമ്പനിക്കാർക്കെല്ലാം വളരെ താല്പര്യമായിട്ട് തോന്നി. അങ്ങനെ കുറേയേറെ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പിക്ചേഴ്സിൻ്റെ, ഡിന്നി ഫിലിംസിൻ്റെ, ജൂബിലിയുടെ, ജിയോ പിക്ചേഴ്സിൻ്റെ, അങ്ങനെ കോട്ടയം സെഞ്ചുറിക്കാരുടെ, അവർക്കെല്ലാം ഈ ഡിസൈനുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് എന്ന് തോന്നിയിരുന്ന സമയത്താണ് അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അവിടെ നിന്ന് മാറേണ്ടി വരുന്നു, എറണാകുളത്തേക്ക് വരേണ്ടി വരുന്നു. ഒരു തൊഴിൽ കണ്ടെത്തണം എന്ന് വിചാരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത സുഹൃത്തായ രാജൻ ജോസഫ്, അദ്ദേഹം കൂടവിടയുടെ പ്രൊഡ്യൂസറാണ്. രാജൻ്റെ അനുജൻ ഷാജിയും അവരുടെ ചിറ്റപ്പനായിട്ടുള്ള പ്രേംപ്രകാശും കൂടെ ചേർന്നാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പത്മരാജനായിരുന്നു ഡയറക്ടർ. അങ്ങനെ രാജൻ ജോസഫ് വളരെയധികം നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് അശോകന് ചെയ്യാൻ പറ്റും, ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റിൽസ് തരികയും ആ സ്റ്റിൽസ് വെച്ച് വർക്ക് ചെയ്ത് കൊടുത്തു. അത് രാജനെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്. 5ാം ക്ലാസ് തുടങ്ങി ഡിഗ്രി ഫൈനൽ ഇയർ വരെ ഒരു ക്ലാസ്സിൽ പഠിച്ച മനുഷ്യരാണ്. ഏതാണ്ട് 10 വർഷം ഒരുമിച്ച് പഠിച്ചവരാണ് ഞാൻ അശോക്. ആ കാലം പോലെ അവനൊരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കും പോലെ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ, വെച്ചാൽ അപ്പുറത്തെ അടുത്ത ഡിവിഷനുകളിൽ കോളേജിലായപ്പോൾ ഒറ്റ ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നീട് ഞാൻ എറണാകുളത്തൊരു ഫിലിം മാഗസിൻ, കട്ട് എന്ന് പറയുന്ന ഫിലിം മാഗസിനിൽ സബ് എഡിറ്ററായിട്ട് ജോലി കിട്ടിപ്പോയപ്പോഴത്തേക്കും അതിൽ ഇടയ്ക്കിടയ്ക്ക് അശോക് ലേഔട്ട് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ വരുമായിരുന്നു. ആ കാലത്ത് തന്നെ അയാൾ കോട്ടയത്ത് ചില ഡിസൈനിങ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അന്ന് ഒരുപാട് സിനിമകൾക്ക് സ്വന്തം പേരിലല്ലാതെ ആ സ്ഥാപനത്തിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു 3-ാം പിറയൊക്കെ, ബാലു മഹേന്ദ്രയുടെ 3-ാം പിറയുടെയൊക്കെ പോസ്റ്റേഴ്സ് ശരിക്കും അശോകാണ് ചെയ്തിരിക്കുന്നത്. കോട്ടയം ബേസ്ഡായ ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ പടങ്ങൾ, പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കൂടുതൽ. അത് ആ സ്ഥാപനത്തിൻ്റെ പേരിൽ അശോക് ചെയ്തു. സ്വന്തം പേരിൽ പിന്നീട് ചെയ്യുന്നത് കൂടവിടെ എന്ന് പറയുന്ന സിനിമയാണ്. പത്മനാഭൻ സാറായിട്ട് മുൻപ് വല്ല പരിചയം ഉണ്ടായിരുന്നു? നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജ് യൂണിയൻ നടത്തുന്ന യുവ സാഹിത്യ ദൃശ്യകല ക്യാമ്പുകൾ, അങ്ങനെ 1-2 ക്യാമ്പുകളിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു കോളേജിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റിനെ അതിനെ അയക്കുകയുള്ളൂ. അങ്ങനെ എൻ്റെ കോളേജിൽ നിന്ന് അത് റെപ്രസെൻറ്റ് ചെയ്ത് പോകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അവിടെ സാഹിത്യത്തിലും കലകളിലും ഒക്കെയുള്ള വളരെ അറിയപ്പെടുന്ന, വളരെ കഴിവുള്ള ആൾക്കാർ, പത്മരാജൻ,
കടമ്മനിട്ടുണ്ട്, ONV കുറുപ്പ് വന്നിട്ടുണ്ട്, പിന്നെ കാവാലം നാരായണ പണിക്കർ, അയ്യപ്പ പണിക്കർ, അവിടെ SK പൊറ്റക്കാട് വന്നിരുന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അവരോടൊക്കെ സംസാരിക്കാനുള്ള അവസരം നെടുമുടി വേണു ഉണ്ടായിരുന്നു, ജഗന്നാഥൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ. അങ്ങനെ അവിടെ വെച്ച് പത്മരാജനുമായിട്ട് വളരെ അടുത്തൊരു ഇതുണ്ടായി എന്നാണ് എൻ്റെ വിചാരം. സിനിമയുടെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ സിനിമയിലേക്ക് വരിക എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റർ ഡിസൈനേഴ്സിന് സംഭവിക്കുന്നത്. ഫോട്ടോസ് കാണുന്നുണ്ടാവും, സ്റ്റിൽസ് കണ്ടിട്ട് അവർ സിനിമയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ സമീപിക്കുന്നത്. പക്ഷേ മുൻപത് അങ്ങനെ അല്ലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചെയ്യാൻ പോകുന്ന സിനിമയുടെ ഒരു വിഷയം കേൾക്കുമ്പോൾ അതിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത്, ആ സിനിമ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടണം എന്നൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അത് അപ്പോൾ അതിനു മുമ്പ് ഈ കഥ വിശദമായിട്ട് കേൾക്കാൻ ശ്രമിക്കാറുണ്ടോ? കഥ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. അത് മിക്കവാറും സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കൾ, ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് കഥ പറയാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് അത് കേൾക്കുന്ന സമയത്ത് ഇന്ന പോർഷൻ എങ്ങനെയാണ്, ഇന്ന സാധനം വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന രംഗം എങ്ങനെയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്, അത് കുറച്ചുകൂടെ പൊലിപ്പിക്കാൻ പറ്റുന്നൊരു സാധനമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് അവരുമായിട്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഡിസൈൻസ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കഥ കേൾക്കണം.